പുന്നത്തൂർ ആനക്കോട്ടയിലെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? കയറി വരുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടറാണ്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ചൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല. പിന്നെ സന്ദർശകരുടെ സമയം എന്ന് പറയുന്നത് 8 മണി മുതൽ 6 മണി വരെയാണ്. ഇത് ഫ്രണ്ടിലത്തെ കവാടമാണ്. ഇഷ്ടംപോലെ ആനകളെ നമുക്ക് കാണാനായിട്ട് പറ്റി. ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ആനയെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ബാക്കിയുള്ള ആനകളെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഒരു കുട്ടിക്കുറുമ്പൻ തന്നെയായിരുന്നു കേട്ടോ. അവൻ്റെ ഓരോ രീതികളും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ചന്ദ്രുവിൻ്റെ ചോറുകൊടുപ്പായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട്. അന്നേരമാണ് അടുത്തറിഞ്ഞത് ഇതുപോലെ പുന്നത്തൂർ ആനക്കോട്ടയെ പറ്റി അറിഞ്ഞത്. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാവരും കൂടെ പുന്നത്തൂർ ആനക്കോട്ടയിലെ വിശേഷങ്ങൾ കാണാനായിട്ട് വന്നു. ഒരുപാട് ആനകളെ കാണാൻ പറ്റി. ആനകളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്ന് ആനകളെ വന്ന് കണ്ടാൽ ഏറ്റവും കൂടുതൽ സന്തോഷമാകും. ഞാനും ഒരു ആനപ്രേമിയാണ്. അതുകൊണ്ട് എനിക്ക് ആനകളെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ തന്നെ വരണമെന്ന് തോന്നി. ഒരുപാട് ആനകളെ കാണാൻ പറ്റി. പതിനൊന്നര ഏക്കറിൽ പരന്നു കിടക്കുന്ന ആനക്കോട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ ആനസങ്കേതങ്ങളിൽ ഒന്നാണ്. 60ലധികം ആനകളാണ് ഇവിടെയുള്ളത്. 3 കിലോമീറ്റർ അകലെയുള്ള പ്രശസ്തമായ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ തിരിച്ചു മടങ്ങുമ്പോഴാണ് വിനോദസഞ്ചാരികൾ ഇവിടെ സന്ദർശിക്കാറുള്ളത്. പുന്നത്തൂർ കോട്ടയുടെ കോമ്പൗണ്ടിൽ ഒരു 4 കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. പരമ്പരാഗത രീതിയിലാണ് പണിഞ്ഞിരിക്കുന്നത്. സഞ്ചാരികൾ, പ്രത്യേകിച്ച് ആനപ്രേമികൾ ഒരിക്കലും മിസ്സാക്കരുതാത്ത ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് തൃശ്ശൂർ ജില്ലയിലെ പുന്നത്തൂർ ആനക്കോട്ട. 60ലധികം ആനകളാണ് പുന്നത്തൂർ കോട്ട ഉള്ളത്. ഒരു പച്ചപ്പ് നിറഞ്ഞ ആനസങ്കേതമാണ്. പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ആനക്കോട്ട രാജ്യത്തെ ഏറ്റവും വലിയ ആനസങ്കേതങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. എല്ലാ വർഷവും നിരവധി സഞ്ചാരികളാണ് ഇവിടെ വന്നു പോകുന്നത്. സന്ദർശകർക്ക് ആനകളുമായി ചെങ്ങാത്തം കൂടാനും ആനയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ എടുക്കാനും സാധിക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണിവിടം.